assured, Vicar General Reverend Father George Konikara is the most respectable person in the society and a religious leader authorized to perform the sacred rituals of a religion. Now we would like to call upon our guest of honor, Reverend Father George Konikara, to inaugurate the function. മുണ്ടത്തിക്കോട് ക്രൈസ്റ്റ് ദ കിങ് കോൺവെൻറ്റ് LP സ്കൂളിൻ്റെ 75ാം വാർഷിക ആഘോഷത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറൻ മദർ വെണ്മ അനുഗ്രഹ പ്രഭാഷണം നൽകുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന മുണ്ടത്തിക്കോട് പള്ളി വികാരിയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോൺ പാവർട്ടിക്കാരനച്ച, പ്രിയ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് റെവറൻ സിസ്റ്റർ ജിൽസി CSC, കോർപ്പറേറ്റ് മാനേജർ റെവറൻ സിസ്റ്റർ മരിയ രശ്മി, എഡ്യൂക്കേഷൻ കൗൺസിലർ റെവറൻ സിസ്റ്റർ അനുപമ, വാർഡ് കൗൺസിലർ ബിജു ഇഗ്നീഷ്യസ്, PTA പ്രസിഡന്റ് റിജോ ജോർജ്, MPTA പ്രസിഡന്റ് ലിൻസി സേവ്യർ, സ്കൂൾ ലീഡർ കുമാരി ജിയന്ന ജിനേഷ്, വേദിയിലെ മറ്റ് വിശിഷ്ടരെ, പ്രിയ മാതാപിതാക്കളെ, അധ്യാപകരെ, സ്നേഹമുള്ള കുട്ടികളെ, ആദ്യമായി തന്നെ പ്ലാറ്റിനം ജൂബിലിയിൽ എത്തിയിരിക്കുന്ന, നിറവിലായിരിക്കുന്ന ഈ CKC LP സ്കൂളിന് പ്ലാറ്റിനം ജൂബിലി മംഗളങ്ങൾ ആദ്യമേ തന്നെ നേരുകയാണ്. 1951 ഭാഗ്യസ്മരണാർഹനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ്റെ പ്രത്യേക താല്പര്യത്തോടുകൂടെ ആരംഭിച്ച ഈ വിദ്യാമന്ദിരം ഇന്ന് അതിൻ്റെ 75ാം വാർഷികത്തിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച, ഇവിടെ പഠിച്ചുപോയ പൂർവികരെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉന്നതമായ നിലവാരത്തിലേക്ക് ഈ പ്രദേശത്തെ തന്നെ വ്യക്തിത്വങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സ്കൂൾ അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുവാൻ സാധിക്കും. ഈ അവസരത്തിൽ എല്ലാവരെയും, പ്രധാന അധ്യാപിക മുതൽ എല്ലാ അധ്യാപകരെയും, അതോടൊപ്പം ഈ ചാരിറ്റി കോൺഗ്രിഗേഷന്, ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ചാരിറ്റി കോൺഗ്രിഗേഷനിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും PTA അംഗങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അറിവ് ഒരു ധനമാണ്. ഇന്ന് അറിവില്ലാത്തവരെ ഇന്ന് സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യം. അതുകൊണ്ട് വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിൽ നേടുന്നവർ എല്ലാവരും ഉന്നതമായ നിലവാരം പുലർത്തുന്നവരായി മാറുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരും ഉന്നതമായ കുടുംബജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നതിനും ഉന്നതമായ സമൂഹത്തിൽ തന്നെ എടുത്തു പറയത്തക്ക ജോലിയിൽ ഏർപ്പെടുവാനുമൊക്കെ സാധ്യമാകുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതൊരു ധനമാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്നാൽ വിദ്യാഭ്യാസം മാത്രം മതിയോ എന്ന ചോദ്യം ഇന്ന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വന്ന് നിൽക്കുന്നൊരു ചോദ്യമാണ്. വിദ്യാഭ്യാസം ഒത്തിരിയേറെ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു കാർ ബോംബ് ആക്രമണം ഉണ്ടായപ്പോൾ ഒത്തിരിയേറെ പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു അന്തരീക്ഷം, അവസരം നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഇതിൻ്റെ നേതൃത്വം കൊടുത്ത ആളുകൾ പിടിക്കപ്പെടാത്തവരും പിടിക്കപ്പെട്ടവരും മരിച്ചവരുമൊക്കെ നോക്കുമ്പോൾ അതിൽ പലരും
ഡോക്ടർമാരായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറേ ആളുകൾ ശരീരത്തിൽ ബോംബ് പിടിപ്പിച്ചിട്ട് സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവർ എൻജിനീയേഴ്സൊക്കെയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം മാത്രം പോരാ എന്ന് വ്യക്തമാക്കുകയാണ് അതിലൂടെ. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, The purpose of education is to make good human beings with a skill and expertise. കഴിവുകളുള്ളവരെ, നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ CKC LPU സ്കൂളിലെ പ്രിൻസിപ്പൽസ് മുതൽ എല്ലാ അധ്യാപകരും കുട്ടികളെ വ്യക്തിപരമായി അറിഞ്ഞ് ക്യാരക്ടർ ഫോർമേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അവരുടെ ചിട്ടയായിട്ടുള്ള പരിപാടികളിലൂടെ കാണാൻ സാധിക്കും. അതിവിടുത്തെ മാതാപിതാക്കൾക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള മക്കളെ, കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പോലും ഈ സ്കൂൾ നേതൃത്വം നൽകുന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ മാതാപിതാക്കൾ തുടർന്നും മക്കളെ ഇവിടെ പഠിപ്പിക്കാനായി കൊണ്ടുവരുന്നത് എന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളിൻ്റെ 75ാം വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുക. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ 75 വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ പ്രതിഭകളെ, നല്ല സൽസ്വഭാവികളായ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്തിട്ടുണ്ട് എന്ന് വാസ്തവമാണ്. ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ടും ഈ 75ാം വാർഷികം പ്ലാറ്റിനം ജൂബിലിയിലായിരിക്കുന്ന CKC സ്കൂളിന്, അതിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ഭാവി തലമുറകൾ ഇങ്ങനെ ഏറ്റവും സൽസ്വഭാവികളായ തലമുറകൾ ഇവിടെ വാർത്തെടുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Dear audience, can we give them a standing ovation?